Hi all, I am Aryaji from S4 Electronics. I am here to take the seminar on topic 8086 microprocessor. About introduction, the architecture, features of this microprocessor. Okay, so first the introduction. 8086 microprocessor is an enhanced version of 8085 microprocessor that was designed by Intel in 1976. അപ്പോൾ 1976 ഇൻറ്റൽ ഡിസൈൻ ചെയ്ത ഒരു മൈക്രോ പ്രോസസ്സറാണ് 8086. അതെന്ന് പറയുന്നത് 8085 മൈക്രോ പ്രോസസ്സിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ 16-bit microprocessor having 20 address lines and 16 data lines that provides up to 1 MB storage. അപ്പോൾ ഈ 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 16-bit മൈക്രോ പ്രോസസ്സറാണ്. അതിൽ 20 അഡ്രസ് ലൈൻസും ഉണ്ട്, 16 ഡാറ്റ ലൈൻസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് 1 MB ഓഫ് സ്റ്റോറേജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പവർഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഓപ്പറേഷൻസ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈസിലി. അപ്പോൾ ഇതിലൊരു പവർഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് തന്നെയുണ്ട്. അത് നമുക്ക് എങ്ങനത്തെ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻസും ഡിവിഷൻസും ഒക്കെ ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് സപ്പോർട്ട്സ് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. മെയിൻലി 2 മോഡ് ഓപ്പറേഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് മാക്സിമം മോഡ്, രണ്ടാമത്തെ മിനിമം മോഡ്. മാക്സിമം മോഡ് ഈസ് suitable ഫോർ സിസ്റ്റം ഹാവിംഗ് മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ആൻഡ് മിനിമം മോഡ് ഈസ് suitable ഫോർ സിസ്റ്റം ഹാവിംഗ് എ സിംഗിൾ പ്രൊസസ്സർ. മാക്സിമം മോഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഉള്ള സിസ്റ്റത്തിനും മിനിമം മോഡ് എന്ന് പറയുന്നത് സിംഗിൾ പ്രൊസസ്സറുള്ള സിസ്റ്റത്തിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി 8086ൻ്റെ ഫ്യൂച്ചേഴ്സാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് 8086. ഇറ്റ് ഹാസ് ആൻ ഇൻസ്ട്രക്ഷൻ ക്യൂ വിച്ച് ഈസ് capable of storing 6 instruction bytes from the memory resulting in faster processing. ഓക്കെ, അപ്പം ഈ 8086ന് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. എന്തിന്? 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. മെമ്മറിയിൽ നിന്നുമാണ് 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ്സ് എടുക്കുന്നത്. എന്നിട്ടൊരു ഫാസ്റ്റർ പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് 16-bit processor having 16-bit ALU, 16-bit registers, internal data bus and 16-bit external data bus resulting in faster processing. ഇത് ഫസ്റ്റ് 16-bit പ്രോസസ്സറാണ്. അതിൽ 16-bit ALU ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, 16-bit രജിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഡാറ്റ ബസ്, 16-bit എക്സ്റ്റേർണൽ ഡാറ്റ ബസ് ഉണ്ട്. ഇതൊക്കെ കാരണം ഇതിന് ഫാസ്റ്റർ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 3 വേർഷൻസ് ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് 3 വേർഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് 8086, 8086-2, 8086-1. അതിൽ 8086ന് 5 MHz, 8086ന് 8 MHz, 8086-1ന് 10 MHz ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇറ്റ് യൂസസ് 2 സ്റ്റേജസ് ഓഫ് പൈപ്പ്ലൈനിങ്. പൈപ്പ്ലൈനിങ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ഓവർലാപ്പ് ചെയ്യും ബിഫോർ എക്സിക്യൂഷന്. അതിനാണ് പൈപ്പ്ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് യൂസസ് 2 സ്റ്റേജസ് ഓഫ് ദിസ് പൈപ്പ്ലൈനിങ്. ഒന്ന് ഫെച്ച് സ്റ്റേജും പിന്നെ ഒന്ന് എക്സിക്യൂട്ട് സ്റ്റേജുമാണ്. ഇതെന്തിനാണ്? ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. സോ ദീസ് 2 സ്റ്റേജസ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ്. അപ്പോൾ പൈപ്പ്ലൈനിങ് എന്താണെന്ന് പറഞ്ഞല്ലോ, overlapping the instruction which has to be executed. Okay, fetch stage can prefetch up to 6 bytes of instruction and stores them in the queue. അപ്പോൾ ഫെച്ച് സ്റ്റേജ് എന്താ ചെയ്യുന്നത്? 6 bytes of instruction പ്രീഫെച്ച് ചെയ്തിട്ട് ക്യൂവിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ട് സ്റ്റേജ് ഈ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ടും ചെയ്യും. ഇറ്റ് ഹാസ് 256 വെക്റ്റേർഡ് ഇൻ്ററപ്റ്റ്സ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 29,000 ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 8086ൻ്റെ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഇതിനൊരു ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഫെച്ച് സ്റ്റേജ് 6 bytes ഓഫ് ഇൻസ്ട്രക്ഷനെ പ്രീഫെച്ച് ചെയ്തിട്ട് ക്യൂവിൽ സ്റ്റോർ ചെയ്യും എന്നുള്ളത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് internal architecture of 8086. A microprocessor is an integrated circuit with all the functions of a CPU. However, it cannot be used stand-alone since unlike a microcontroller, it has no memory or peripherals. ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നതും ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഒരു CPU-ന് വേണ്ട എല്ലാ ഫങ്ഷൻസും ഉള്ളത് തന്നെയാണ് ഒരു മൈക്രോ പ്രോസസ്സർ. ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. പക്ഷേ
ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് സ്റ്റാൻഡ് അലോൺ. ഒരു മൈക്രോ കൺട്രോളർ പോലെ ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല, കാരണം ഇതിനൊരു മെമ്മറിയോ പെറിഫറൽസോ ഒന്നുമില്ല. ഓക്കെ, ആൻഡ് 8086 ഡസ് നോട്ട് ഹാവ് എ റാം ഓർ റോം ഇൻസൈഡ് ഇറ്റ്. 8086 അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറിംഗ് ആയിട്ടുള്ള റോമോ ഒന്നുമില്ല. നമുക്കറിയാം അല്ലേ, റാൻഡം ആക്സസ് മെമ്മറിയോ റീഡ് ഓൺലി മെമ്മറിയോ ഒന്നുമില്ല. However, it has internal registers for storing intermediate and final results and interfaces with memory located outside it through the system bus. പക്ഷേ ഇതിനുള്ളത് എന്താണ്? ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യണത്? ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതും ഫൈനൽ റിസൾട്ട്സും സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇൻ്റർഫേസസ് വിത്ത് മെമ്മറി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ്, പുറത്തുള്ള മെമ്മറിയുമായിട്ട് ഇൻ്റർഫേസ് നടത്തിയിട്ട് എങ്ങനെ സിസ്റ്റം ബസ് വഴി ഇൻ്റർഫേസ് നടത്തും. ഓക്കെ, അപ്പോൾ ഇതിന് റോമോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഇൻ്റർമീഡിയറ്റും ഫൈനലും ആയ റിസൾട്ട്സിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഔട്ട്സൈഡുള്ള മെമ്മറീനെ ആയിട്ട് ഇൻ്റർഫേസ് സിസ്റ്റം ബസ് വഴി നടത്തും. ഓക്കെ, 8086 പ്രൊവൈഡ്സ് ദ പ്രോഗ്രാമർ വിത്ത് 14 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്, ഈച്ച് 16 ബിറ്റ്സ് ഓർ 2 bytes wide. 8086 എന്താ ചെയ്യുന്നത്? പ്രോഗ്രാമറിന് 14 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്, ഈച്ച് 16 ബിറ്റ്സ് ഓർ 2 bytes wide. ഓക്കെ, ദ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8086 ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 യൂണിറ്റ്സ്. 2 യൂണിറ്റ്സ് ആയിട്ടാണ് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIU, പിന്നെ അടുത്തത് എക്സിക്യൂഷൻ യൂണിറ്റ് EU. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രമാണ് അവിടെ കൊടുത്തത്. മെമ്മറി ഇൻ്റർഫേസിൽ ഫസ്റ്റ് കാണിക്കുന്ന ആ പോർഷൻ BIUം അടുത്തത് EU ആയിട്ടുള്ള, അവിടെ EUവിൽ ALU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസ്റ്റം ബസ് വഴി ഔട്ട്സൈഡുള്ളൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോകുന്നതും പിന്നെ നമ്മുടെ പൈപ്പ് ലൈനിങ് ഓവർലാപ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡിനെ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കാര്യമാണ് ദ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIU. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇൻ്റർഫേസ് ഓഫ് 8086 to external memory and input-output devices via the system bus. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 8086 ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാണ് ടു ദ എക്സ്റ്റേണൽ മെമ്മറി ആൻഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ? സിസ്റ്റം ബസ് വഴി. അത് നമുക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ബസ് വഴി അവിടെ എന്താ പറയുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും പിന്നെ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ടൊരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇറ്റ് ജനറേറ്റ്സ് ദ 20-bit ഫിസിക്കൽ അഡ്രസ് ഫോർ മെമ്മറി ആക്സസ്. ഒരു 20-bit ഫിസിക്കൽ അഡ്രസ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട്. ഇറ്റ് പെർഫോംസ് വേരിയസ് മെഷീൻ സൈക്കിൾസ് സച്ച് ആസ് മെമ്മറി റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എക്സെട്ര ടു ട്രാൻസ്ഫർ ഡാറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? വേരിയസ് മെഷീൻ സൈക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ? മെമ്മറി റീഡിന് വേണ്ടിയിട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിന് വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് എന്തിന്? ഡാറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയസ് മെഷീൻ സൈക്കിൾസ് ആയ മെമ്മറി റീഡും ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡൊക്കെ പെർഫോം ചെയ്യണത്. ഓക്കെ, BIU മെയിൻലി കണ്ടെയ്ൻസ് ദ 4 segment registers, the instruction pointer, a prefetch queue and an address generation circuit. BIUവിൽ മെയിൻലി ആയിട്ട് 4 segment registers ആണുള്ളത്. അതിൽ ഇൻസ്ട്രക്ഷൻ പോയിന്റ്, പ്രീഫെച്ച് ക്യൂ, അഡ്രസ് ജനറേഷൻ സർക്യൂട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലുണ്ടാകും. ഓക്കെ, BIU ടേക്സ് കെയർ ഓഫ് ഓൾ ഡാറ്റ ആൻഡ് അഡ്രസ്സസ് ട്രാൻസ്ഫേഴ്സ് ഓൺ ദ ബസ്സസ് ഫോർ ദ EU, ലൈക്ക് സെൻഡിങ് അഡ്രസ്സസ്, ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി, റീഡിങ് ഡാറ്റ ഫ്രം ദ പോർട്സ്. അപ്പോൾ ഇവിടെ EU എന്ന് പറയുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ BIU എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഡാറ്റയും അഡ്രസ്സും ബസ്സസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും അഡ്രസ്സിനും ടേക്ക് കെയർ ചെയ്തിട്ട് EUയിലേക്ക് സെൻഡിങ് അഡ്രസ്സസ്, EUവിനെ പോലുള്ള സെൻഡിങ് അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ പോർട്സിൽ നിന്ന് ഡാറ്റനെ റീഡ് ചെയ്യുന്നതൊക്കെ BIU ആണ് ചെയ്യുന്നത്. ഓക്കെ, EU ഹാസ് നോ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് സിസ്റ്റം ബസ്സസ്, സോ ദിസ് ഇസ് പോസിബിൾ വിത്ത് ദ BIU.
അപ്പോൾ സിസ്റ്റം ബസ്സായിട്ട് നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റിന് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ ആക്കുന്നത് BIU ആണ്. നമ്മുടെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ് ഇത് പോസിബിൾ ആക്കുന്നത്. EU ആൻഡ് BIU ആർ കണക്റ്റഡ് വിത്ത് ദ ഇൻറ്റേർണൽ ബസ്. ഈ EU ആയാലും BIU ആയാലും കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ ബസ് ആയിട്ടാണ്. ഓക്കെ, ദ എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പോൾ സെക്കൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻറ്റേർണൽ ആർക്കിടെക്ചറിൽ ആ സെക്കൻഡ് ഡിവിഷൻ. The main components of the EU are general purpose registers, the ALU, special purpose registers, instruction register and instruction decoder and the flag or status register. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ കോമ്പോണൻസ്? ജനറൽ പർപ്പസ് രജിസ്റ്റർ, പിന്നെ ALU അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, പിന്നെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, ഫ്ലാഗ് ഓർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇതൊക്കെ രജിസ്റ്റേഴ്സാണ് പഠിക്കാനുണ്ട്. ഫ്ലാഗ്സും രജിസ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇത് ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണാം. EUവിൻ്റെ ആ പോർഷനിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അവിടെ ഫ്ലാഗ്സ്, രജിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള. ഓക്കെ, ഇറ്റ് ഗിവ്സ് ഇൻസ്ട്രക്ഷൻസ് ടു BIU stating from where to fetch the data and then decode and execute those instructions. അപ്പം ഇവിടെ EU എന്താ ചെയ്യുന്നത് വെച്ചാൽ BIUക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ചെയ്യുക. എന്ത് മുതലുള്ളത് കൊടുക്കും? എവിടെ നിന്നും ഡാറ്റ ഫെച്ച് ചെയ്യണമെന്നും എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും ആ ഇൻസ്ട്രക്ഷൻസിനെ. അത് നമ്മൾ BIUവിൻ്റെ കേസിൽ പറഞ്ഞല്ലോ, BIU ടേക്സ് കെയർ ഓഫ് ഓൾ ഡാറ്റ എന്ന്. EU സെൻഡിങ് അഡ്രസ് ആണ് EU. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡാറ്റേൻ്റെ കാര്യമൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സിക്യൂഷൻ യൂണിറ്റ് BIUവിന് എവിടെ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണമെന്നും അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും ഇൻസ്ട്രക്ഷൻസിനെ. ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ EU ആണ് കൊടുക്കുന്നത്. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു കൺട്രോൾ ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് ALU. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റയുടെ മുകളിലുള്ള ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാം. ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ഡാറ്റയുടെ മുകളിലുള്ള ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യും. ഓക്കെ, ALUവിനും അതേപോലെ തന്നെ ALUവിനൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് സെൻസ് കൺട്രോൾ സിഗ്നൽസ് ഫോർ ഇൻറ്റേർണൽ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് വിത്തിൻ ദ മൈക്രോ പ്രൊസസ്സർ. കൂടാതെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റേർണൽ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസിന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇറ്റ് സെൻസ് റിക്വസ്റ്റ് സിഗ്നൽസ് ടു ദ BIU ടു ആക്സസ് ദ എക്സ്റ്റേണൽ മൊഡ്യൂൾ. കൂടാതെ BIUവിന് റിക്വസ്റ്റ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നുണ്ട് എക്സ്റ്റേണൽ മൊഡ്യൂളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നേരത്തെ പറഞ്ഞു EUവിന് സിസ്റ്റം ബസ്സായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ഇല്ല. BIU കാരണമാണ് അത് പോസിബിൾ ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് സിഗ്നൽ BIUക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു T സ്റ്റേറ്റ്സ്, ക്ലോക്ക് സൈക്കിൾസ് ആൻഡ് നോട്ട് മെഷീൻ സൈക്കിൾസ്. അപ്പോൾ BIUവിൻ്റെ കേസിലും പറഞ്ഞു ഇത് മെഷീൻ സൈക്കിൾസ് ആണ് പെർഫോം ചെയ്യണതെന്ന്, അല്ലേ? മെമ്മറി റീഡിനും ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡിനൊക്കെ. അതേപോലെ തന്നെ എക്സിക്യൂഷൻ യൂണിറ്റ് T സൈക്കിൾസിൽ റെസ്പെക്റ്റ് ചെയ്ത്, അതായത് ക്ലോക്ക് സൈക്കിൾസിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്, നോട്ട് മെഷീൻ സൈക്കിൾസ്. ഓക്കെ, മെഷീൻ സൈക്കിൾസിനല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു സെമിനാർ ടോപ്പിക്ക്. ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഒരു ഓവർവ്യൂ തരാനായിരുന്നു. പിന്നെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ, ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ അതിൻ്റെ രണ്ട് കാര്യങ്ങൾ, അതായത് BIU അതേപോലെ എക്സിക്യൂഷൻ യൂണിറ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു എൻ്റെ സെമിനാർ ടോപ്പിക്ക്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൻ്റെ രജിസ്റ്റേഴ്സിനെ കുറിച്ചും ഫ്ലാഗ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ താങ്ക് യു. ഫസ്റ്റ് മൊഡ്യൂളിൽ 8085 ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനായി 8086 ആണ്. 8086 ആണ് ഇതിൽ ഇപ്പം ഡിസ്കസ് ആക്കിയത്. അതിൽ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ BIU ബസ് ഇൻ്റർഫേസ് യൂണിറ്റും പിന്നെ EU എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട് EU ഡയറക്റ്റ് സിസ്റ്റം ബസ്സായിട്ട് BIU വഴിയാണെന്നും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇത്രയേ ഉള്ളൂ സെമിനാർ ടോപ്പിക്ക്. ബാക്കി രജിസ്റ്റേഴ്സ് ഫ്ലാഗ്സിനെ കുറിച്ചൊക്കെ ഇനിയുള്ള ടോപ്പിക്സിലൊക്കെ വരും. ഓക്കെ, താങ്ക് യു.